ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാർ സീനിയയുടെ വേനൽക്കാല പരിചരണമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് അല്ലേ സ്റ്റാർ സീനിയ. കാരണം വീഡിയോ ആയിട്ടൊക്കെ ഞാൻ സ്റ്റാർ സീനിയ ഇടുമ്പം ഒരുപാട് എൻക്വയറി അതിന് വരാറുണ്ട്, അതിൻ്റെ തൈകൾ ചോദിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും എത്രമാത്രം ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് എന്നുള്ളത്. വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും സ്റ്റാർ സീനിയയിൽ വലിയ കീടശല്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പെസ്റ്റിസൈഡൊന്നും ഇതിനു വേണ്ടി സ്പ്രേ ചെയ്യുകയോ അങ്ങനെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം 2-3 വർഷത്തിൽ കൂടുതലായി എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിയിട്ട്. പക്ഷേ വേനൽക്കാലത്ത് ഈ ചെടിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഏത് ചെടിയാണെങ്കിൽ പോലും ഇതുപോലെ നല്ല രീതിയിൽ പച്ചയായിട്ട് ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ, പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അല്ലേ ആ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇല നല്ല പച്ച നിറത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. അതുതന്നെയാണ് എനിക്ക് ഈ പ്രാവശ്യം നിങ്ങളോട് പറയാനുള്ളതും. വേനൽക്കാലത്ത് സ്റ്റാർ സീനിയയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നേരം പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വിട്ടുപോയാൽ, അതായത് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരമായിരിക്കും വെള്ളം ഒഴിക്കുന്നത്, അത് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ചെടിയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലേക്കായിപ്പോവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് നാൾ നിന്ന് പഴകി കേടായി പോകുന്ന അവസ്ഥയിലുള്ള ചെടിയല്ല. ഇതൊരു ദിവസം ഞാൻ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയപ്പോൾ ആയ അവസ്ഥയാണിത്. അപ്പം മറ്റ് ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം വെള്ളം ഒഴിക്കാൻ വിട്ടുപോകുന്നു എന്ന് വിചാരിക്കുക, പിറ്റേന്ന് നമ്മൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പം അതിൻ്റെ ഇലകളൊക്കെ തിരിച്ച് റെഡിയായി എല്ലാം നല്ല രീതിയിൽ ചെടിയായിത്തീരും. പക്ഷേ സ്റ്റാർ സീനിയയ്ക്ക് മാത്രം നമ്മളൊരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ ഇലകളൊക്കെ വാടിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചൊരിക്കലും ആ ചെടി നല്ല രീതിയിലേക്കായി വരത്തില്ല. കണ്ടോ, ഇത് കണ്ടോ, ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരുന്നപ്പം ആ ചെടിയിൽ ആ ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി എന്ന് പറയുന്നത്. ഈ ഉണങ്ങിയ ഇലകളുമായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുമായിരുന്നു ചെടി. പക്ഷേ ഞാൻ ഇരുന്നത് കൊണ്ട് ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ് നിൽക്കുന്ന, നമ്മളിപ്പോൾ വിട്ടുപോയാൽ പോലും അല്ലെങ്കിൽ നനവ് നിലനിൽക്കുന്ന രീതിയിലുള്ളൊരു മീഡിയം, പോട്ടിംഗ് മീഡിയം നമ്മൾ സ്റ്റാർ സീനിയയ്ക്ക് ഇനി ഈ വേനൽക്കാലത്ത് വേണം. മഴക്കാലത്ത് നമുക്ക് വെള്ളം കെട്ടിക്കിടക്കണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മഴക്കാലത്ത് വേറെ ഒരു കുഴപ്പവുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് കൂളാണ് അന്തരീക്ഷം, എപ്പോഴും തണുത്ത് നല്ല ഇതായിട്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചെടിക്ക് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ വേനൽക്കാലത്ത് അങ്ങനെയല്ല. നമ്മളൊരു നേരം വെള്ളം ഒഴിക്കാൻ വിട്ടുപോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ചെടിയുടെ ഇലകൾ, തണ്ടുകളൊക്കെ വളരെ നൈസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി ആ ചെടി അങ്ങ് ഇതായിപ്പോവും. പിന്നെ തിരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല രീതിയിലാകുവാണെങ്കിലും ചെടി ഒരിക്കലും തിരിച്ച് ആ പഴയ നല്ല രീതിയിൽ ഫ്രഷായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ വേനൽക്കാലത്ത്. ഇനിയിപ്പം ചൂട് കൂടിയ സമയമല്ലേ. പിന്നെ എന്നാൽ ഇത് നമ്മൾ വെയിലത്ത് വയ്ക്കാതിരുന്നാൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുകയില്ല. ഇതിന് ഒരുപാട് വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിൽ. അല്ലാന്നുണ്ടെങ്കിൽ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും, ചെടി നല്ല പച്ചയായിട്ടൊക്കെ നിൽക്കും. നമുക്ക് പൂക്കളൂടെ കിട്ടണമല്ലോ. പിന്നെ ഞാനെപ്പോഴും സ്റ്റാർ സീനിയ നട്ടുപിടിപ്പിച്ച് നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ചട്ടികളിലൊക്കെ ഇത് വേര് പിടിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ വേര് പിടിച്ച പ്ലാന്റാണ് ഞാൻ കവറുകളിലേക്ക് മാറ്റുന്നത്. ഇപ്പം ഈ വേനൽക്കാലത്ത് നിങ്ങൾ സ്റ്റാർ സീനിയ എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങുവാണെങ്കിൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണോട് കൂടി തന്നെ തരാൻ പറയണം. അങ്ങനെ തരുവാണെങ്കിൽ പോലും ഇതാ കണ്ടോ, ഇതുപോലെ ഞാൻ അയക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ കവറ് മണ്ണ് നിർബന്ധമായിട്ടും, മണ്ണില്ലാതെ നമ്മളൊരിക്കലും സ്റ്റാർ സീനിയ കടയിൽ നിന്ന് വാങ്ങരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മളൊരിക്കലും കവറിൽ നിന്ന്
പൊക്കിയെടുത്ത് നടല്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, മേടിക്കുന്നവരോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ് അങ്ങനെ നടരുതെന്ന്. കാരണം കവറ് പൊട്ടിച്ചിട്ട് ബ്ലേഡ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേര് പൊട്ടാതെ, ഇപ്പം മഴക്കാലത്ത് അങ്ങനെ വേര് പൊട്ടി ഒക്കെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെയും എങ്ങനെയെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പക്ഷേ വേനൽക്കാലത്ത് ഒരിക്കലും വേര് നിങ്ങൾക്ക് പൊട്ടിപ്പോയാൽ, മേടിക്കുന്ന ചെടിയുടെ വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ ചെടി നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാര്യം ഇതിൻ്റെ തണ്ടുകൾ അത്ര നൈസായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള തണ്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകലത്തെ ഒരു ചൂട് കിട്ടുമ്പോൾ തന്നെ ആ തണ്ടുകൾ വാടും. വേരില്ലെങ്കിൽ തള്ളത്താണ് വയ്ക്കണമെങ്കിൽ പോലും ആ തണ്ടുകൾ വാടും. അങ്ങനെ വാടുന്നതോടുകൂടി ആ ചെടി പുതിയതായിട്ട് നടുന്നതായാലും നമ്മുടെ നല്ല രീതിയിൽ നിൽക്കുന്ന ചെടിയായാലും ഏത് രീതിയിലുള്ള ചെടിയായാൽ പോലും പെട്ടെന്ന് തന്നെ ഡാമേജായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു നനവ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു മീഡിയം സ്റ്റാർസീനയ്ക്ക് ഇനി ഈ വേനൽ സമയത്ത് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എപ്പോഴും ഒരു നനവ് നിലനിർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാൻ മേലാത്തവർക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻ്റൊക്കെ ഇടാനും ഒക്കെ മറന്നു പോകുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും മറക്കാതെ ആ കാര്യം അങ്ങ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ സ്റ്റാർസീനിയയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും 5 കളറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും 5 ഒരുമിച്ച് റെഡിയാക്കി തരാമോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് മഴക്കാലത്ത് അത് ഇത്തിരി കൂടെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷമൊക്കെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. ആ സമയത്ത് നമ്മൾ വയ്ക്കുന്ന ചെടികളൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും. പക്ഷേ വേനൽക്കാലത്ത് അത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വയ്ക്കുന്ന ഇതിൻ്റെ തണ്ടുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈസായതുകൊണ്ട് നമ്മൾ മുറിച്ച് വയ്ക്കുന്ന തണ്ട് പകലത്തെ ചൂടിന് വാടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയൊക്കെ ആയിട്ടാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ അങ്ങനെ ആകുന്നത് നമ്മൾ ഇടയ്ക്ക് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അല്ലാതെ എൻക്വയറീസ് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുമുണ്ട്. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.